ഹലോ ഗൈസ്, ഇന്ന് ഞായറാഴ്ച. ചോറുണ്ട്, മീൻകറിയുണ്ട്, പപ്പടമുണ്ട്, അച്ചാറുണ്ട്, പിന്നെ നമ്മുടെ വെജ് കറിയുണ്ട്. വേഗം വേഗം കാണിച്ചു തരും ഗൈസ്. ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞായറാഴ്ച ചിക്കനും മട്ടനോ ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാത്ത വീട് വിരളമായിരിക്കും. ഇപ്പം എല്ലാവർക്കും, കുഞ്ഞുങ്ങളുള്ള വീട്ടുകാർക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും ചിക്കൻ കഴിപ്പാണ് ജോലി. ഞാനും പിന്നിലല്ല. ഞാൻ കുഞ്ഞല്ലെങ്കിലും കഴിക്കുന്നതിന് ഇത് ഡാഡി വിളമ്പിയത് കേട്ടാ. നിങ്ങളെന്നെ കളിയാക്കല്ലേ. ഉള്ള ചോറെല്ലാം കൂടെ വിളമ്പി കഴിക്കുന്നല്ലോ എന്നും പറഞ്ഞിട്ട്. എന്നാ മീൻകറിയാണെന്നറിയോ ഗൈസ്? ഇരിക്കട്ടെ ഗൈസ്. പിന്നെ ഇവിടെ ഡാഡിക്ക് നെല്ലിക്ക അച്ചാർ വേണം. അച്ചാർ വേണം ഗൈസ്. അച്ചാറില്ലാതെ കഴിക്കാൻ പറ്റത്തില്ല ഗൈസ്. വെജ് കറി ഇതിനകത്ത് ബീട്രൂട്ട്, വഴുതനങ്ങ, പിന്നെ നമ്മളെ ഇത് എന്നതാണെന്നറിയാമോ? മറന്നു പോന്നു ഗൈസ്. ഇതിനകത്ത് നമ്മുടെ എന്നതാണെന്നറിയാമോ? ഒരു എന്തരുണ്ടല്ലോ, എന്തോ നമ്മളെ പറഞ്ഞു തരുമ്പോഴത്തേക്ക് നേരം വിളിക്കും. അത് ഇത് കണ്ട് പിടിക്കാൻ പറ്റുമോ? ക്യാരറ്റും ഉണ്ട്, സവാളയുണ്ട്, ഉരുളൻകിഴങ്ങുണ്ട്, വഴുതനങ്ങയുണ്ട്. ഓക്കെ. നമ്മുടെ ഈ വീണ്ടും മറന്നു ഗായ്സ്. അതൊരു കൊളസ്ട്രോൾ പോകുന്ന ഒരു സാധനമാണ്. കൊളസ്ട്രോൾ പോകുന്ന ഒരു ചുരയ്ക്ക എന്ന് പറയുന്ന ഒരു സാധനം. കൊളസ്ട്രോൾ പോകും. ഇപ്പം കണ്ടോ, ഡാഡിയുടെ ചോറ് പാത്രം നിറച്ച് കറികളാണ്. ചുരയ്ക്ക. പിന്നെ പപ്പടം ഇവിടെ കുത്തി വെക്കണം, അതേ പറ്റുള്ളൂ. അപ്പം ഇതാണ് ഗൈസ് ഇന്നത്തെ ഇവിടുത്തെ ഉച്ചച്ചോറ്. എനിക്ക് എടുത്ത് പോക്കാം, അങ്ങനെ പറഞ്ഞുകൂടെങ്കിലും ഞാനിച്ചിരി ചോറ് എനിക്കും കൂടി കിട്ടി ഗൈസ്. ഡാഡി ഓടിയോ? ഡാഡി ഗൈസ്, ആ വെജ് കറിയുടെ രുചിന്ന് ഭയങ്കര ടേസ്റ്റുള്ള വെജ് കറിയാണ് ഗൈസ്. അതിൽ നമ്മുടെ ഒരു എന്താ പറയുന്നത്, എനിക്ക് നല്ല മറതി വന്നല്ലോ ഗൈസ്. എൻ്റെ ഓർമ്മശക്തിയൊക്കെ അടിച്ചു പോയി. ഇനി അൾഷിമേഴ്സ് വരാനാണോ എന്നൊരു സംശയം. കുമ്പളങ്ങ ഇപ്പോഴാണ് ഓർമ്മ വന്നത്. നെയ്ക്കുമ്പളം അതിൻ്റെ ടേസ്റ്റാണ് ഗൈസ്. നെയ്ക്കുമ്പളം ഉണ്ടല്ലോ, നെയ്ക്കുമ്പളം. ഇത് നല്ല ചുമന്നുള്ളിയൊക്കെ ഇട്ട് കൊച്ചു മത്തി ഉണ്ടല്ലോ, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊച്ചുമത്തി കറി വെച്ചതാണ് ഗൈസ് ഇന്നലെ. പപ്പടം ഇഷ്ടമല്ല, പക്ഷേ പപ്പടമൊന്നും ഇല്ല. ഇതാണ് ഗൈസ്. ഇതിനകത്ത് നെയ്ക്കുമ്പളമാണ് ഇതിൻ്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നത്. നെയ്ക്കുമ്പളം വിളമ്പ്. വെജിറ്റബിൾസ് കഴിക്കണം നമ്മൾ. നെയ്ക്കുമ്പളം. ഇനി ഞാനും ഇച്ചിരി അച്ചാറെടുക്കട്ടെ. എനിക്ക് അച്ചാർ ഇഷ്ടമില്ലെങ്കിലും ഇച്ചിരി അച്ചാറെടുക്കാം. അച്ചാർ മീൻകറി ഭയങ്കര ടേസ്റ്റ്. അതുപോലെ ചമ്മന്തി. ഞാൻ പപ്പടം തിന്നുന്ന ആളല്ല ഗൈസ്, പക്ഷേ ഞാൻ ഈ പപ്പടം പൊടിച്ച് ഞൊറിക്കുകയും ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമായ അല്ലാത്ത സാധനം. പക്ഷേ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും താഴോട്ടങ്ങ് പോയി. അതുകൊട്ടെ. ഇതാണ് ഇന്നത്തെ നമ്മളുടെ ഉച്ചയൂണ്. ഇത് എനിക്കും ഇത് ഡാഡിക്കും. നിങ്ങളൊക്കെ ഉച്ചയൂണ് കഴിച്ചു കാണും അല്ലേ? ബൈ.